അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ജംറകളെ കല്ലെറിയുന്നതിൻ്റെ യുക്തി പിശാചിനെ ആട്ടിയോടിക്കലാണ് എന്ന് പറയുന്നതിൻ്റെ നിജസ്ഥിതി എന്താണ്? ഇന്ന റംയ ഹാദിഹിൽ ജംറാത്ത് ഇബാദത്തുൻ അദീമ ഖാല ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ജുഇല الطواف بالبيت وبالصفا والمروة ورمي الجمار لإقامة ذكر الله هذا هو الحكمة من هذه الجمرات ولهذا يكبر الإنسان عند كل حساد ليس يقول أعوذ بالله من الشيطان الرجيم بل يكبر يقول الله أكبر تعظيما لله الذي شرع رمي هذه الحساء وهو في الحقيقة يعني رمي الجمرات غاية التعبد والتذلل لله سبحانه وتعالى لأن الإنسان لا يعرف حكمة من رمي هذه الجمرات في هذه الأمكنة إلا لأنها مجرد تعبد لله سبحانه وتعالى وانقياد الإنسان لطاعة الله. ജംറകളെ കല്ലെറിയുക, അപ്രകാരം തന്നെ കഅബയെ തവാഫ് ചെയ്യുക, സഫ മർവകൾക്കിടയിൽ സഈ ചെയ്യുക, ഇക്കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താനുള്ളതാണ്. ഈ ആരാധനാകർമ്മങ്ങളുടെ പിന്നിലുള്ള യുക്തിയും അതുതന്നെയാണ്. അതുകൊണ്ടാണ് ജംറകളെ കല്ലെറിയുമ്പോൾ ആളുകൾ തക്ബീർ ചൊല്ലുന്നത്. അത് പിശാചിനെ ഓടിക്കാനുള്ളതായിരുന്നു എങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നായിരുന്നു ചൊല്ലേണ്ടിയിരുന്നത്. അതിന് പകരമായി അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറാണ് അള്ളാഹുവിൻ്റെ മഹോന്നതിയെ വാഴ്ത്തുന്ന, അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെ സ്ഥിരീകരിക്കുന്ന അല്ലാഹു അക്ബർ എന്നുള്ളതായ പ്രയോഗമാണ് ജംറകളെ കല്ലെറിയുമ്പോൾ ഹാജിമാർ അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നവർ നിർവഹിക്കുന്നത്. അതിനാൽ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള യുക്തിബോധം അള്ളാഹുവിനെ ആരാധന ചെയ്യുക, അള്ളാഹുവിനെ പരമമായി കീഴൊതുങ്ങുക, അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയം കാണിക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിക്കുക എന്നുള്ളത് തന്നെയാണെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ വിശദീകരിക്കുന്നതായി കാണാം. മറിച്ച് പിശാചിനെ ആട്ടിയോടിക്കലല്ല ഇതിൻ്റെ പിന്നിലുള്ള യുക്തി എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നു.